ചേർത്തല തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിർവഹിച്ചു. 7000 ചതുരശ്ര അടിയിൽ 2.5 കോടി മുടക്കിയാണ് പുതിയ മന്ദിരം പൂർത്തിയാക്കിയത്. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക മന്ദിര ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിർവഹിച്ചു. 2024 നവംബറിൽ തുടങ്ങിയ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പുതിയ മന്ദിര ഉദ്ഘാടനം. 7000 ചതുരശ്ര അടിയിൽ 2.5 കോടി മുടക്കിയാണ് പുതിയ മന്ദിരം പൂർത്തിയാക്കിയത്. അരൂർ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. MLAമാരായ സജി ചെറിയാൻ, P. പ്രസാദ് എന്നിവർ മുഖ്യ അതിഥികളായി. ബാങ്ക് പ്രസിഡന്റ് DV വിമൽദേവ്, സെക്രട്ടറി P. ജിജിമോൾ, ഭരണസമിതി അംഗങ്ങളായ M. അജേഷ് മോൻ, P. ഗോപാലകൃഷ്ണൻ, CPIM ചേർത്തല ഏരിയ സെക്രട്ടറി വിനോദ് എന്നിവർ പങ്കെടുത്തു. എങ്ങനെയാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഈ രീതിയിൽ വളരാൻ കഴിഞ്ഞത്? അത് ഇതിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ. കേരളത്തിലെ ഒരു സഹകരണ സംഘത്തിൽ, ഇപ്പോൾ തിരുനെല്ലൂർ സംഘത്തിൽ നിക്ഷേപിക്കുന്നയാള് അവരറിയാൻ തന്നെ തൻ്റെ അയൽക്കാരെയും നാട്ടുകാരെയും സേവിക്കുകയും നിങ്ങൾ നിക്ഷേപിക്കുന്ന 100 രൂപയോ 1000 രൂപയോ 1,00,000 രൂപയോ എത്രയാവട്ടെ, ആ സംഖ്യ ഈ സ്ഥാപനം കയ്യിൽ വെക്കുകയല്ല. പല ആവശ്യങ്ങൾക്കായി ബാങ്കിനെ സമീപിക്കുന്ന നാട്ടുകാർക്ക് നൽകുന്ന വായ്പ ഈ സംഖ്യ ഉപയോഗിച്ച്. അപ്പോൾ നേരിട്ട് വായ്പ കൊടുത്ത് സഹായിക്കുന്നതിന് പകരം ബാങ്കിലൂടെ ആ സഹായം ചെയ്യുന്ന രീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ബാങ്കിൻ്റെ അതിർത്തിക്കകത്തുള്ള ആളുകൾക്കാണ് വായ്പ നൽകുന്നത്. ഇങ്ങനെ കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസ്യതയ്ക്ക് ഇടിവ് തട്ടുന്ന ഒന്നും സംഭവിച്ചില്ല. അടുത്ത കാലത്തായി സഹകരണ മേഖലയ്ക്ക് നേരത്തെ ഇല്ലാതിരുന്ന ചില പേരുദോഷങ്ങൾ ചിലയിടങ്ങളിൽ വന്നിട്ടുണ്ട് എന്നത് അതീവ ഗൗരവമായി തന്നെയാണ് സഹകരണ മേഖല കാണുന്നത്.